ഒരു മെസ്സേജ് വരികയുണ്ടായി. ആ മെസ്സേജിൽ ഒരു സഹോദരൻ എഴുതിയിരിക്കുകയാണ്, എന്താ, അവിടെ നിന്ന് താഴേക്ക് വണ്ടി വീണാൽ 5 വിളികളിൽ ഇനി 2 വിളി മാത്രമേ ശിർക്ക്, 2 വിളി അല്ലാത്തതൊക്കെ ശിർക്ക്, 2 വിളി ശിർക്കല്ല, 3 വിളി മാത്രമേ ശിർക്കുള്ളൂ എന്നാണ്. എന്നിട്ട് അദ്ദേഹം എഴുതിയാണെന്ത്, അതിലൊന്ന് അള്ളാഹുവെ കാക്കണേ, അത് ശിർക്കല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താ, ജിന്നെ കാക്കണേ, അതും ശിർക്കല്ല. നോക്കൂ നിങ്ങൾ, എന്താ ഇതിന്റെ അവസ്ഥ. എന്നിട്ട് പറയാ ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, അതുപോലെ തന്നെ മദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, യേശുവെ കാക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉള്ളത്. സഹോദരങ്ങളെ, ഞാനത് എനിക്ക് എത്തിച്ചു തന്ന സുഹൃത്തിനെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വേറെ ഒരാൾ കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോ പറയാ, ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ പലപ്പോഴും ഈ പ്രസംഗങ്ങളിലൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. എന്ത്, ഈ മലയുടെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ചുരത്തിന്റെ വളവിൽ നിന്ന് വീഴുമ്പോൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ, യേശുക്രിസ്തുവെ കാക്കണേ എന്നതുപോലെ ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്നാണ്. ആര് പറഞ്ഞു സുഹൃത്തേ ഇത്? അത് ശിർക്കാണ്, പച്ച ശിർക്കാണ്. ഗുരുവായൂരപ്പ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നതുപോലെ ആ ഒരു സ്ഥലത്ത് നിന്ന് ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്, അത് കുഫറാണ് എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ തർക്കമില്ല, ആർക്കും ഇവിടെ സംശയമില്ല. അപ്പൊ സംഭവം എന്താ, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടി ഇത്തരം കൃത്രിമമായ മെസ്സേജുകൾ കെട്ടിയുണ്ടാക്കി അയക്കുകയും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ടെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. ഞാനിത് എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇത് ഈ രീതിയിൽ നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല സഹോദരങ്ങളെ. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ തൗഹീദിൽ ഊട്ടപ്പെട്ടവരാണവർ, ശിർക്കിനെതിരിൽ പടനയിച്ചവരാണവർ, ശിർക്കിനെതിരിൽ ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണവർ, വീട്ടിൽ നിന്ന് എറിഞ്ഞോടിക്കപ്പെട്ടവരാണവർ. ഈ ശിർക്കിനെതിരിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ, തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവരാണവർ. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിൽ ആളുകളെ നിർത്തി മറ്റു പല കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോവുക എന്നത് ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിയാത്തതാണ്. ഞാൻ ഈ വായിച്ച ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസ് ഞാനൊരു വെള്ളിയാഴ്ച ഒരു ഖുതുബയിൽ സൂചിപ്പിച്ചു. ഖുതുബയിൽ പറഞ്ഞ് ഖുതുബ കഴിഞ്ഞിറങ്ങിയപ്പോ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ മടവൂരി സുഹൃത്തുക്കൾ, അവർ വന്നുകൊണ്ട് കൈ തരികയാണ്. കൈ തന്നിട്ട് പറയാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സമാധാനായി, സന്തോഷായി. നിങ്ങൾ ആ കൂട്ടത്തിലല്ലേ, നിങ്ങൾ ആ കൂട്ടത്തിലല്ലേ? ഏത് കൂട്ടത്തിൽ? ഞാൻ ചോദിച്ചു, ഏത് കൂട്ടത്തിൽ? അല്ല, ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാതെ പറയുന്ന കൂട്ടം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എവിടെയാ പറഞ്ഞത്? അല്ല, നിങ്ങളെ പറ്റിയൊക്കെ ഒരു വർത്തമാനം ഇവിടെ നടക്കുന്നുണ്ട്, ഒരു സംസാരം ഇവിടെ നടക്കുന്നുണ്ട്. ആരാണ് സഹോദരങ്ങളെ ഈ സംസാരം ഇവിടെ ഇറക്കിവിട്ടത്? ആലോചിക്കണം നമ്മൾ, ആരാണ് ഇറക്കിവിട്ടത്? ഇങ്ങനെ ഒരു സംസാരമുണ്ടത്രേ. എവിടെയെങ്കിലും നമ്മൾ വായിച്ചെഴുതിയോ? എവിടെയെങ്കിലും ഞാൻ പ്രസംഗിച്ചതാരെങ്കിലും കേട്ടോ? ഇല്ല. ആദ്യം തന്നെ ഇങ്ങനെയുള്ള സംശയത്തിന്റെ വിത്തുകൾ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നിഷ്കളങ്കരായ തൗഹീദിന് വേണ്ടി പടപെട്ടുന്ന പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ സ്വകാര്യമായി കുത്തിവെക്കുകയും അവരത് സ്വീകരിക്കുകയും അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ആ രൂപത്തിൽ പെരുമാറുകയും ചെയ്യുക. സഹോദരങ്ങളെ, ഇങ്ങനെ ആളുകളെ പരസ്പരം തമ്മിലടിപ്പിക്കുകയും ആളുകളെ പരസ്പരം കലാപത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ എന്താണ് ലക്ഷ്യമുള്ളത്? എന്താണ് ഇതിന്റെ നിഗൂഢതയുള്ളത്? ഇത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും, ഇത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം തൗഹീദുള്ള ഈ തൗഹീദിന് വേണ്ടി രാപ്പകലെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയല്ല, ഒരുപാട് ആളുകളെ ഈ രൂപത്തിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ആളുകളുടെ ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ഇതുപോലെയുള്ള ആരോപണങ്ങൾ കുത്തിവെക്കുകയും. എന്നാൽ സഹോദരങ്ങൾ, ഇങ്ങനെ ആവുമ്പോ ബൈക്കുമ്പോൾ നമുക്ക് രാത്രി പോകാൻ കഴിയോ? നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന സുഹൃത്തുക്കളുടെ കൂടെ നമുക്ക് ചായ കുടിക്കാൻ കഴിയില്ല. കാരണം എന്താ? അത്രക്ക് മനസ്സിനെ അകറ്റിമാറ്റുന്ന ഒരു പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. 2-3 കുട്ടികൾ കഴിഞ്ഞ ദിവസം എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. അത് സംസാരിച്ച് തിരിച്ചുപോയി. അവരെ വഴിയിൽ വെച്ച് കണ്ട ഒരു സുഹൃത്ത് എവിടുന്നാ വരുന്നത് ചോദിക്കും. അപ്പൊ പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ ജിന്നിന്റെ അടുത്ത് പോയതാണെന്ന്. എല്ലാവർക്കും മനസ്സിലാവില്ല ഇത്. ഈ വർത്തമാനം ഇവിടെ അവസാനിക്കുന്നില്ല. ഇങ്ങനെ ഒരു പുകമറയുടെ പിന്നിൽ ആളുകളെ ചേരിതിരിച്ചുകൊണ്ടുള്ള ഒരു പോക്ക് സഹോദരങ്ങളെ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഒരിക്കലും തന്നെ തൗഹീദിന്റെ രംഗത്ത്
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിലക്കുള്ള ലാഞ്ചനയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ 1980-കളിൽ ഖുറാഫികൾ ചർച്ചയാക്കിയ, ഖുറാഫികൾ ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന രീതിയിൽ അവര് സഹായം തേടിക്കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് അവർക്ക് സഹായം തേടാൻ, അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി അവരെടുത്തുകൊണ്ടുവന്ന ഒരു ദുർബലമായ ഹദീസ് നമ്മുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ 1980 വന്നപ്പോൾ എന്തൊരു മറുപടിയാണോ നമ്മൾ പറഞ്ഞത്, അതിനുശേഷം 2000-കളിൽ വന്നപ്പോൾ എന്തൊരു മറുപടിയാണോ പറഞ്ഞത്, 2004 എന്താണോ പറഞ്ഞത്, 2006 എന്താണോ പറഞ്ഞത്, 2009 എന്താണോ പറഞ്ഞത്, 2011 വരെ എന്താണോ പറഞ്ഞത്, ഈ കാര്യങ്ങളെ നമ്മളെല്ലാവരും ആ വിഷയത്തിൽ പറയുന്നുള്ളൂ. അതിന്റെ അപ്പുറമൊന്നുമില്ല. 1200 കൊല്ലമായി സലഫുസ്സാലിഹീങ്ങളായ പണ്ഡിതന്മാർ ഈ ഒരു പ്രശ്നം ഇസ്ലാമിന്റെ വിരോധികളായ ഖുബൂരി പണ്ഡിതന്മാർ എടുത്തുകൊണ്ടുവന്നപ്പോൾ അതിന് മറുപടി പറയാൻ നമ്മുടെ സലഫി പണ്ഡിതന്മാർ ഏതൊരു രീതിയാണോ സ്വീകരിച്ചിട്ടുള്ളത്, ആ രീതിയിൽ നിന്ന് ഒരണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പണ്ഡിതന്മാരോ പ്രവർത്തകന്മാരോ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂട്ടിവെച്ച് സാധാരണക്കാരായ ആളുകൾക്ക് മുമ്പിൽ സഹോദരങ്ങളെ ഇത്തരം ഒരു പുകമറ സൃഷ്ടിച്ച് എല്ലാവരെയും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാക്കി മാറ്റുന്ന, എന്നിട്ട് ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ ഒരുങ്ങി നിൽക്കുന്നവരെ കാത്തു നിൽക്കുക, പടച്ച തമ്പുരാനെ ഭയപ്പെടുക, അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് മാത്രമേ എനിക്കത് സൂചിപ്പിക്കുവാനുള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനം ഇവിടെ വിശാലമായി നടക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ ആ പ്രബോധനവുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ പരസ്പരം ചേർതിരിച്ചുകൊണ്ട് തമ്മിൽ തെറ്റിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകാൻ പാടില്ല. ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മനസ്സ് ബലപ്പെടുത്തത്തോടുകൂടി പോകേണ്ടവരാണ്. പക്ഷേ പരിപാടികൾ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഒരു ജീപ്പിൽ വന്ന ആളുകൾ രണ്ട് മനസ്സോടുകൂടി പോകുന്ന സ്വഭാവത്തിൽ പരിപാടികളാവാൻ പാടില്ല. സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് സാന്ദർഭികമായി എനിക്ക് ഇവിടെ സൂചിപ്പിക്കുവാൻ